സൂക്ഷ്മവും സ്ഥൂലവുമായ സകല പ്രാപഞ്ചിക വസ്തുക്കളിലും കാണുന്ന ഈ കൃത്യമായ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമായ കാര്യമെന്താണ്? വിശുദ്ധ ഖുർആൻ അത് സൂറത്തു ആൽ ഇമ്രാനിലെ 83-ാമത്തെ വചനത്തിലൂടെ മനുഷ്യരോട് ചോദിക്കുന്നുണ്ട്. അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർളി തൗഅൻ വകർഹ വഇലൈഹി യുർജഊൻ. അള്ളാഹുവിൻ്റെ മതമല്ലാത്തൊരു മതത്തെയാണോ അവർ ആഗ്രഹിക്കുന്നത്? റഹ്മാനായ നാഥൻ്റെ മതമല്ലാത്ത മറ്റൊരു മതത്തെയാണോ മനുഷ്യർ ആഗ്രഹിക്കുന്നത്? വാസ്തവത്തിൽ ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരെല്ലാം അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ടാണ് നിലകൊള്ളുന്നത്. അതൊരുപക്ഷെ നിർബന്ധിതമായ അവസ്ഥയിലാകാം, അല്ലെങ്കിൽ അനുസരണ ബോധത്തോടു കൂടിയാകാം. ഏതായിരുന്നാലും ഏകനായ സൃഷ്ടാവായ നാഥൻ്റെ വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെടാത്ത, അവൻ്റെ കൽപ്പനയ്ക്ക് കീഴ്പ്പെടാത്ത ഒന്നും പ്രകൃതിയിലില്ല, പ്രപഞ്ചത്തിലില്ല എന്നതാണ് വിശുദ്ധ ഖുർആനിലൂടെ ലോകത്തിൻ്റെ സൃഷ്ടാവ് പഠിപ്പിക്കുന്നത്. ഈ സമർപ്പണത്തിനാണ് സാങ്കേതികമായ അറബി സാങ്കേതിക ഭാഷയിൽ ഇസ്ലാം എന്ന് പറയുന്നത്. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മാണുക്കൾ മുതൽ ഈ പ്രകൃതിയിലെ ഏറ്റവും വലിയ സൃഷ്ടി വസ്തുക്കൾ വരെ നിലനിർത്തിപ്പോരുന്ന ഈ അനുസരണം, വിധേയത്വം, അതിനെയാണ് ഇസ്ലാം എന്ന സാങ്കേതിക സംജ്ഞ കൊണ്ട് നാം ലക്ഷ്യമാക്കുന്നത്. പ്രപഞ്ച വസ്തുക്കളെല്ലാം ഏകനായ സൃഷ്ടാവിൻ്റെ നിയമാവലികളെ പാലിച്ചുകൊണ്ടാണ് നിലനിൽക്കുന്നതെങ്കിൽ മനുഷ്യനും അതുതന്നെ ചെയ്യണമെന്നതാണ് പരിശുദ്ധ ഇസ്ലാം മനുഷ്യനോട് ആവശ്യപ്പെടുന്നത്. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർള് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വശജർ വദ്ദവാബു വകസീറുൻ മിനന്നാസ് വകസീറുൻ ഹഖ അലൈഹിൽ അദാബ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു ഹജ്ജ് 18-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അഥവാ മനുഷ്യൻ കാണുന്നില്ലേ, സൂറത്തു ഇസ്രായിലെ വചനങ്ങളിലൂടെ ഇതേ കാര്യം ബോധ്യപ്പെടുത്തുന്നുണ്ട്. മനുഷ്യർ കാണുന്നില്ലേ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ടാണ് നിലകൊള്ളുന്നത്. എല്ലാം അവന് മുമ്പിൽ സുജൂദ് ചെയ്യുന്നു. മരങ്ങളും മൃഗങ്ങളും നക്ഷത്രങ്ങളും പക്ഷികളും മൃഗാദികളും എല്ലാം അള്ളാഹുവിൻ്റെ നിയമത്തെ പാലിക്കുന്നു എന്നുള്ളതാണ്.